ഇപ്പോൾ മധുവെ പോലെ തന്നെ ഷാജി കൈലാസ് ഡെന്നിച്ചാനായിട്ട് വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു സംവിധായകനാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും പലപ്പോഴും പല സിനിമകളുടെയും ഒരു ആ പ്രോജക്റ്റ് ഉണ്ടാവാനൊക്കെ ഒരു കാരണക്കാരൻ ആദ്യകാലത്ത് ഷാജിയുടെ സൺഡേ സൗമ്യം ബഷീർ ചെയ്ത പടം, അത് കഴിഞ്ഞ് പിന്നെ നീലക്കുറുക്കൻ പിള്ള തന്നെ സിമ്പിൾ, പിന്നെ അരോമയുടെ സൗഹൃദം, അങ്ങനെ 3 സിനിമകളാണ് ഞങ്ങൾ ചെയ്തത്. സൗഹൃദത്തിനൊരു കുഴപ്പമില്ല, ഇപ്പോഴും ഇല്ല. സിനിമകൾ അധികം ചെയ്യുന്നില്ലെങ്കിലും സൗഹൃദം. അതിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഒരു പരിപാടി കിട്ടലാണ്, അത് നടന്നില്ല. ഇപ്പോഴും അഡ്വാൻസ് ഉണ്ട്, ശരി ശരി, എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഷാജി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഷാജി, എന്തോ എന്താണ് ഷാജി എന്തോ കഴിഞ്ഞില്ലേ? ഈ എന്തോ വിളി കൊള്ളാമല്ലോ. അതെ, കഴിഞ്ഞില്ലേ? ഷൂട്ടിംഗ് കഴിഞ്ഞില്ലേ? എന്താണ് ഡെന്നിച്ചാൻ്റെ സ്റ്റൈലാണല്ലോ അതാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞില്ലല്ലേ? ഞാനിപ്പോ പാലക്കാട് പൊള്ളാച്ചി റോഡിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയറാമണ്ണനുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. അതെ അതെ, കൊടുക്കുക സംസാരിക്കാം. ഓ തീർച്ചയായിട്ടും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ നമ്മൾ ഡെന്നിച്ചന്റെ കാര്യം പറയുമ്പോ അതെ, നമുക്ക് ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ടാവും, നല്ല മനുഷ്യരും ഉണ്ടാവും. പക്ഷെ അത് രണ്ടും കൂടെ ചേർന്ന വ്യക്തിത്വങ്ങൾ അപൂർവമാണ്. അതെ അതെ, അതാണ് ഡെന്നിച്ചൻ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ആയിട്ടാണ് ബന്ധം വരുന്നത് ആദ്യമേ. അതാണ് ഡെന്നിച്ചന്റെ ഇത്. നമ്മളൊരു സംവിധായകനായിട്ടല്ലേ കാണുന്നത്, ഒരു അനിയനായിട്ടും ഒരു സുഹൃത്തായിട്ടും ഫാമിലി ആയിട്ടും എല്ലാം കാണുന്നതാണ് ഡെന്നിച്ചൻ. അതുകൊണ്ട് ഒരിക്കലും ഡെന്നിച്ചനെ ഒരിക്കലും ഇത് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം കൊടുത്ത് എപ്പോഴും ഉറവ പറ്റാത്ത രചനാ ജീവിതം ഇനി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ വലിയ വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. ജയറാമിന്റെ അടുത്ത് കാണാം നമുക്ക്. ജയറാമിന്റെ ഒന്ന് കൊടുക്കോ? കൊടുക്കാം. ഒരു സെക്കൻഡേ. ഹലോ ജയറാം, ഞാൻ കമലാണ്. നമ്മളിപ്പോ കൂടുതൽ സംസാരിക്കുന്നത് സമാഗമത്തിലൂടെയാണ്. ഇവിടെ കലൂർ ഡെന്നിസ് ഉണ്ട്, ഞങ്ങൾ മൂപ്പരെ സമാഗമത്തിൽ ഇരിക്കുകയാണ്. എന്തൊക്കെയുണ്ട്? ഓ ആണോ? ജയറാം നമസ്കാരം ചേട്ടാ. എന്താണ്, നമുക്ക് അടുത്ത പടം ചെയ്യണ്ടേ? അയ്യോ, സമാഗമത്തിൽ കൂടെ ഡേറ്റ് വെക്കുന്നത് അല്ല, ഞങ്ങള് ഒരു പടം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? പിന്നെ അത് അന്ന് നമ്മുടെ കല്യാണത്തിന്റെ അവിടെ ഇരുന്ന് പറഞ്ഞാണത്. ഞാനൊന്നും പറഞ്ഞില്ലേ നമുക്ക് ചെയ്യുമെന്ന്? അതെ, അതെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ ചേട്ടാ. ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണെന്ന് അറിയാം, എന്നാലും ഇങ്ങനെ ഒരു സംസാരം ഇവിടെ പൊള്ളാച്ചിയിലാണ്. വളരെ സന്തോഷം കേട്ടോ കമല് വിളിച്ചതിൽ. കാരണം സിനിമയിൽ നമ്മള് ഈ ചെറിയ ഈ നല്ല നല്ല ബന്ധങ്ങളാണ് അവസാനം വരെ. ഇപ്പൊ സിനിമ ഉണ്ടോ ഇല്ലയോ, ഇത് ബെന്നിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഇടയ്ക്ക് കുറച്ചിങ്ങനെ മാറി നിന്നുകൊണ്ട് ചിലപ്പോ അന്നത്തെ ഒരു സന്തോഷമില്ല ചേട്ടാ, ഒരു എല്ലാരും ചേർന്നിട്ടുള്ള അത് സത്യം പറഞ്ഞപ്പോ സിനിമയിൽ ഇല്ലാന്ന് പറയാം. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെ, തീർച്ചയായിട്ടും. വളരെ സന്തോഷമുണ്ട്. ജയറാം, പടം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മദിരാശിയല്ലേ അല്ലേ? ഷാജി കൈലാസിന്റെ അത് നല്ലൊരു വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഒരുപാട് സന്തോഷമായിട്ട് വിളിച്ചല്ലോ. ഓക്കെ ജയറാം, നമുക്ക് എന്തായാലും ഷൂട്ടിംഗ് നടക്കട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു. ഇപ്പൊ ഡെന്നിച്ചായനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള സംവിധായകരെക്കാളും കൂടുതൽ ഡെന്നിച്ചായന് സൗഹൃദമുള്ളത് അധികം സിനിമകൾ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒട്ടും സിനിമ ചെയ്യാത്ത ചില സംവിധായകരായിട്ട് പോലും വളരെ നല്ല സൗഹൃദമുണ്ട്. ഇപ്പോൾ ജോസ് തോമസിനായിട്ട് ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, 150 സിനിമ ചെയ്ത പോലത്തെ ഒരു സൗഹൃദമുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ പിണങ്ങൊക്കെ ചെയ്യും, കാരണം ജോസിൻ്റെ എൻ്റെ സ്വഭാവമൊക്കെ ഒരേപോലെയാണ്. ആണോ? നമുക്കൊന്ന് നോക്കാം, സമാഗമത്തിൽ വന്നിട്ട് പിണങ്ങുമെന്ന് നോക്കാം നമുക്ക്. പറഞ്ഞില്ല. എന്തായാലും ജോസ് തോമസ് കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ജോസേ, നമ്മൾ മാക്ടക്കാരൊക്കെ ഒരുമിച്ച് കൂടി വേണമെങ്കിൽ ഒരു മീറ്റിംഗ് കൂടെ ഇവിടെ അല്ലേ? പഴയ മാക്ടയുടെ സാരഥികൾ അല്ലേ? മാക്ടയുടെ ജീവാത്മാവും പരമാത്മാവും. ഇപ്പോൾ ഡെന്നിച്ചായൻ പറയായിരുന്നേ, ജോസ് ആയിട്ടുള്ള സൗഹൃദം അധികം സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ, പക്ഷെ വല്ലാത്ത സൗഹൃദമുണ്ട്. മാത്രമല്ല ഇടയ്ക്ക് അടികൂടുകയും ചെയ്യുന്നു. അത് ഡെന്നിച്ചായനെ സമയമാണ്. ഫോൺ ചെയ്താൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കണം. ഇഷ്ടമുള്ളവരോട് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് ആണ്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങുകൾ കാര്യങ്ങൾ എന്നാൽ പിന്നെ വിളിക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഒന്ന് മറന്നു പോകും, പിന്നെ വിളിച്ചാൽ ഡെന്നിച്ചാൻ ഫോൺ എടുക്കുക. പരിഭവം അത് ഇഷ്ടം കൊണ്ടാണ്, കൂടുതൽ ഇഷ്ടം കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിലേറെ ഞങ്ങൾ സംസാരിച്ചിട്ട് ഈ ഇതുപോലൊരു പിണക്കത്തിലിരിക്കുക. അതല്ല, നമുക്ക് കൂടുതൽ സൗഹൃദമുള്ള ആള് 1-2 പ്രാവശ്യം ഫോൺ എടുക്കാതിരിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. വിഷമമുണ്ട്. എന്തിനാണ് എടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യം? 1 സെക്കൻഡോ അല്ലെങ്കിൽ 2 മിനിറ്റോ സംസാരിക്കുന്നതുകൊണ്ട്
ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ ഡെന്നിച്ചാനെ ആദ്യം കാണുന്നത് ഒരു പരിധിവരെ വളരെ കുറച്ച് ഹിറ്റുകൾ ഉണ്ടാക്കിയവരുടെ സ്റ്റൈലും അഹങ്കാരങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെ ഒരു കലൂർ ഡെന്നിസിനെ അല്ല ഞാൻ കണ്ടത്. അവിടെ നിന്നാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നത്. പിന്നീട് ഞാൻ 3 സിനിമ ചെയ്തതിന് 4ാമത്തെ സിനിമയാണ് ഞാനും ഡെന്നിസിനും കൂടെ ചെയ്യുന്നത്. 3ാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ആ സിനിമയും ഒരു ബ്രേക്ക് ഈവനായേ ഉള്ളൂ. ഒരു വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല. ലോഹിദാസ് ഞാനും കൂടെ ചെയ്ത സാധനം. അപ്പോഴാണ് ഡെന്നിച്ചൻ പറഞ്ഞു, എടാ നിനക്കൊരു ഹിറ്റ് പടം ഞാനുണ്ടാക്കിയത്. ആ ഒരു കോൺഫിഡൻസ് തന്ന് ഞങ്ങൾ ഒരു പക്ക കൊമേഴ്സ് സിനിമ ചെയ്ത് കാഞ്ഞിരപ്പള്ളി കയറി അച്ഛന്ന് ടൈറ്റിൽ വരെ ഡെന്നിച്ചനിട്ട് കിട്ടുന്നു. ആ പടം വന്ന് ഹിറ്റായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ പിണങ്ങിയിട്ടുണ്ട് ഒരുപാട്. ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ആ ഷൂട്ടിങ്ങിനിടയിൽ പിണങ്ങുക എന്ന് പറഞ്ഞാൽ ചില ഇപ്പം ഒരു കൊമേഴ്സ്യൽ വിജയം എന്താണെന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന അതിപ്പോൾ ഈ സമ്മതിച്ച അവസാനം ഉദയകൃഷ്ണൻ ശരിയായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഡിസ്കഷൻ പറഞ്ഞു, സീനോട് ഉണ്ടാക്കുന്നതിൽ അവർ കണ്ടിട്ടുള്ളതിൽ കലൂർ ഡെന്നിസാണ് മലയാള സിനിമയിൽ. ഇന്ന സ്ഥലത്തൊരു കയ്യടി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തമ്മിൽ തുടങ്ങി. ഒരു സീൻ എടുക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വേണോ, ഇത് തിയേറ്ററിൽ കൈയടിച്ചിരിക്കും, നീ നോക്കിയോ കന്യാകുമാരിയിൽ മുതൽ കാസർഗോഡ് വരെയുള്ള തിയേറ്ററിൽ ഈ സീനിന് കൈയടിയിട്ടായിരിക്കും. അതങ്ങനെ തന്നെ സംഭവം. ആ ഒരു കാര്യങ്ങളെയൊക്കെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ജഡ്ജ്മെൻറ്റ് ഭയങ്കരമാണ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ സന്ദർഭം നോക്കാതെ പറഞ്ഞു കളയും. ചില അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞു പോകും. ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഒരാളെ കുറ്റം പറയുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഒരാളെയും പറയും ബേസിക്കലി അയാൾ ശരിയല്ല എന്നൊന്നും പറഞ്ഞു. എന്ത് ദൗർബല്യം ഉണ്ടെങ്കിലും ആ ദൗർബല്യം അത് അയാളുടെ ഒരു ശക്തിയാണ്. അല്ലെങ്കിൽ അങ്ങനെ കൂടിയാണല്ലോ ആ മനുഷ്യൻ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഒരാളെയും കുറ്റം പറയാൻ നമ്മൾ അവരൊക്കെ വലിയ അതീതനായിട്ടുള്ള ആളല്ലല്ലോ. ആണ് സംഭവത്തിൽ ജോസിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നേ പറയുള്ളൂ. എന്നുവെച്ചാൽ ജോസിന് ഒരുപാട് പോസിറ്റീവ് ഇതുള്ള ആളാണ്. എന്തിനും തയ്യാറെടുത്ത് എവിടെ വേണമെങ്കിലും വരും. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ഇന്ന് വരെ റെമുനറേഷൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഒരു സംഘടനയിലും വന്നിട്ടില്ല, ഒരാളോടും പരാതി പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന ഒരുപാട് സിനിമകളിൽ അവസാനം വന്നിട്ട് എനിക്ക് പടവും റിലീസായിക്കോട്ടെ സിനിമ ഓടിയിട്ടും കാശ് കൊടുത്തിട്ടില്ല, അതിന് പരാതിയും പരിഭവം പറഞ്ഞിട്ടില്ല. അങ്ങനെ കൃത്യമായി കാശ് മേടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് കോടീശ്വരനായി മാറിയേനെ. അതുകൊണ്ട് തന്നെ മുതലെടുത്ത ഒരുപാട് പേര് ഒരുപാട് ആരാണ് ഈ ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയിലും എല്ലാ സിനിമയും കാണാൻ തിയേറ്ററിൽ പോകുന്നു. അത് ഞാൻ കേട്ടില്ല, ഭയങ്കര അതൊരു അത്ഭുതമാണ്. ഇപ്പോൾ ഡെന്നിച്ചാനോട് പറയാറുണ്ട്, എറണാകുളത്ത് പോയി സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ വന്ന് പടം, എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ആലൂരിൽ വന്ന് പടം കാണും. ഞാൻ കണ്ടിടത്തോളം സ്ഥിരതയുള്ള അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പിന്നെ സ്വന്തമായിട്ട് അഭിപ്രായം ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഷോയിൽ ഈ ഡെന്നിച്ചൻ്റെ സമാഗമത്തിൽ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സിനിമകൾ അദ്ദേഹവുമായി വർക്ക് ചെയ്തവരുണ്ടായിട്ടും ഒരു സിനിമ മാത്രം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. അത് എനിക്കെൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ഞാനിവിടെ ഈ ഷോയിൽ വന്നത്. അതിന് ഡെന്നിച്ച പ്രത്യേകം നമ്മൾ കുടുംബം ഇനി പിണങ്ങില്ല. സമാഗമം അരക്കിട്ട് ഉറപ്പിക്കും. എപ്പോൾ വിളിച്ചാലും ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യണമെങ്കിൽ മാറ്റിയിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ.